അംഗനവാടിക്കും 100ഓളം കുടുംബങ്ങൾക്കും ഭീഷണിയായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് 12ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് വൻതോതിൽ ഇവിടെ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നും വൻതോതിൽ മണ്ണെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. 25ഓളം കുട്ടികൾ പഠിക്കുന്ന കരിമ്പനക്കൽ അംഗനവാടിക്കും പള്ളിക്കും 100ഓളം കുടുംബങ്ങൾക്കും ഭീഷണിയായാണ് വൻതോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മണ്ണിടിച്ചിലിനെ തുടർന്ന് പല കുടുംബങ്ങളും പ്രദേശത്തു നിന്നും മാറി താമസിച്ചിട്ടുണ്ട്. വലിയൊരു ദുരന്തം വരുന്നതിനു മുൻപ് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. ആദ്യം ഇവിടെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഓഫീസർ വന്ന് നോക്കി, സ്ഥലം കണ്ടു. അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ പഞ്ചായത്തിൽ പോയി, പഞ്ചായത്തിൽ നിന്ന് ആളെയും കൂട്ടി വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി. അതിന് ശേഷം 1 മണിക്ക് ശേഷത്തെയാണ് എന്ത് ചെയ്യണത്, നമ്മുടെ വാർഡ് മെമ്പറും വന്ന് നോക്കി. ആ നോക്കി പോയതിന് ശേഷം വേറെ ഇവിടെ ഒരു കാര്യങ്ങളോ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ താഴെ ഭാഗങ്ങളിൽ ഒരുപാട് വീടും കാര്യങ്ങളും ഉണ്ട്. ഈ വീടും കാര്യങ്ങൾക്കും വളരെ ഭീഷണിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് 2-3 കുടുംബങ്ങൾ ഇപ്പോൾ മാറി താമസിക്കുന്നുണ്ട്. ഇവരോട് അധികൃതർ വന്നിട്ട് ഇവിടെ മാറിപ്പോകണമെന്ന് പറയാമെന്ന് മാത്രമല്ല, എവിടേക്ക് മാറണം എന്ത് മാറണം എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ മാറിക്കോളിന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു സേഫ്റ്റിയോ മറ്റു കാര്യങ്ങളോ അതുമില്ല, ഇവർ മാറാൻ പറഞ്ഞു. അതേപോലെ തന്നെ പഞ്ചായത്തിൽ ഇതിന് വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ 1 വർഷം മുമ്പ് പഞ്ചായത്തിൽ നടപടി എടുക്കട്ടെ വിചാരിച്ചു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. ആ കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 പ്രാവശ്യം പഞ്ചായത്ത് ജീവനക്കാർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തവരെ അതിനുശേഷം നടപടി ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും വീണ്ടും ഇതുപോലെ ഒരു പ്രശ്നം നടത്തി പഞ്ചായത്തിൽ നിന്ന്, അതല്ലാതെ ഒരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ അടക്കം വന്ന് നാശം വിതയ്ക്കുമ്പോൾ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന അപകടങ്ങൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയാണ്. മലമുകളിലെ മരം അടക്കം മണ്ണിടിച്ചിലിൽ താഴേക്ക് പതിച്ചിട്ടുണ്ട്. വലിയൊരു ദുരന്തം വരുന്നതിന് മുൻപ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം നാടും വീടും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഞങ്ങള് ഇന്നലെ രാവിലെയാണ് ഇവിടെ മണ്ണ് ഇടിഞ്ഞത്. രാത്രി ഇവിടെ മണ്ണിടിഞ്ഞ് ചാടിയത്. ഇവിടെ ഞങ്ങൾ ഇതിന്റെ ചോട്ടിൽ താമസിക്കുന്ന പ്രദേശവാസിയാണ്. ഞാനൊക്കെ എൻ്റെ വീട് ഒഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയിക്കണു. ഇവിടെ വേറെ 2 വീട്, ഒരു പള്ളി, ഒരു ബാലവാടി, ഇങ്ങനെ അപ്പുറത്ത് ഒരു വീട്, 5-6 വീടും 2 സ്ഥാപനം വേറെയുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ ഇന്നലെ മുതൽ ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം തരണം. അതാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടുതലായി പറയാനുള്ളത്.